നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ ആഗോള വിപണിയിലുണ്ടായ അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം കണക്കിലെടുത്ത് രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 2.86 രൂപ മുതൽ 3.29 രൂപ വരെയാണ് വർധനവ് രേഖപ്പെടുത്തിയത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിലവർധന നടപ്പിലാക്കിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. വിലവർധനവോടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഇന്ധനനിരക്ക് കുതിച്ചുയർന്നു. പുതുക്കിയ ഏകദേശ നിരക്ക് ഇങ്ങനെയാണ്. ചെന്നൈയിൽ പെട്രോളിന് 103.67 രൂപ, ഡീസലിന് 95.25. ഡൽഹിയിൽ പെട്രോളിന് 97.7, ഡീസലിന് 95.25. ആഗോള വിപണിയിലെ അസ്ഥിരതയാണ് വിലവർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ ബാധിച്ചത് വില വർദ്ധിക്കാൻ കാരണമായി. ഇറക്കുമതി ചെലവ് രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഉയർന്നതോടെ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. തെരഞ്ഞെടുപ്പ് കാലയളവിൽ മാറ്റമില്ലാതെ തുടർന്ന വില വോട്ടെടുപ്പ് അവസാനിച്ചതോടെ എണ്ണ കമ്പനികൾ പരിഷ്കരിക്കുകയുമായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ച കാര്യം അറിയുന്നത്. ഇരുട്ടടി തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇന്ധനവില വർദ്ധിച്ചാൽ സ്വാഭാവികമായും മാർക്കറ്റിലെ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. വലിയ വിലക്കയറ്റത്തിലേക്കാണ് ലോകം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയാണ് ഏറ്റവും ഒടുക്കം ഇന്ധനവില വർദ്ധിപ്പിച്ച രാജ്യങ്ങളിലൊന്ന്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, മറ്റ് രാഷ്ട്രങ്ങളൊക്കെ തന്നെയും പശ്ചിമ ഏഷ്യയിലെ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വിലവർധന ഉണ്ടായിരുന്നു. ഇന്ത്യ വളരെ പതുക്കെയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് ഇരുട്ടടിയാണ് തീരുമാനം.